വോട്ടെടുപ്പിന് ഇനി 10 നാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തിലേക്ക്. മുതിർന്ന പൗരന്മാർക്കുള്ള ഹോം വോട്ടിംഗ് ഇന്നു മുതൽ. പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിലും കോട്ടയത്തും പങ്കെടുക്കും. മുഖ്യമന്ത്രി ഇന്ന് കൊല്ലം ജില്ലയിൽ. കൊട്ടാരക്കരയിലും ചടയമംഗലത്തും യോഗങ്ങൾ. ഐഷ പോറ്റി കോൺഗ്രസിൽ എത്തും മുൻപ് ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് ബിജെപി പ്രാദേശിക നേതൃത്വം. ആവശ്യപ്പെട്ട പദവികൾ നൽകാൻ കഴിഞ്ഞില്ലെന്ന് മണ്ഡലം പ്രസിഡന്റ് ന്യൂസ് 18നോട്. LDF-ൽ നിന്നും UDF-ൽ നിന്നും നിരവധി നേതാക്കന്മാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയോട് ചേർന്നിട്ടുള്ളത്. ചർച്ച സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് ഓപ്റ്റ് ചെയ്ത് അവരുടെ ചില ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം. അവർക്ക് അധികാരം മോഹിച്ചു വരുന്നവർക്കെല്ലാം അതെന്താ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ BJP കൊടുക്കാൻ സാധിക്കും. BJP ആരോപണം ശരിവെച്ച് KN ബാലഗോപാൽ. നിഷേധിച്ച ഐഷ പോറ്റി. പാണക്കാട് തങ്ങൾക്കെതിരെ അപകീർത്തി പോസ്റ്റിട്ട പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷൻ അറസ്റ്റിൽ. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. സാദിഖ് അലി തങ്ങളുടെ ബന്ധു വഴി 15 കോടി തട്ടാൻ ശ്രമിച്ചെന്ന കേസ്. ഇറാനിലെ ക്രൂഡ് ഓയിലാണ് ലക്ഷ്യമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഖാർദ്വീപ് പിടിച്ചടക്കുന്നതും പരിഗണനയിൽ. കരയുദ്ധം തുടങ്ങിയാൽ അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ. US സൈനികർ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്ന് ഇറാൻ സൈനിക വക്താവ്. കൊച്ചിയിൽ വാഹനാപകടം. 3 മരണം. മരിച്ചത് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ. ഇടക്കൊച്ചി കണ്ണങ്ങാട് പാലത്തിന് സമീപം അപകടത്തിൽ 21കാരനും ദാരുണാന്ത്യം. കോയമ്പത്തൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് 3 മരണം. മരിച്ചവരിൽ 2 മലയാളികൾ. പരീക്ഷാക്കാലം കഴിയുന്നു. SSLC പരീക്ഷകൾക്ക് ഇന്ന് സമാപനം. മൂല്യനിർണ്ണയം ഏപ്രിൽ 16-ന്. കന്നിപ്പോരാട്ടത്തിന് വിജയി. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും ഇന്ന് പത്രിക സമർപ്പിക്കും. പെരമ്പൂരിൽ വൈകിട്ട് പ്രചാരണം. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് മിന്നും ജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്തത് 6 വിക്കറ്റിന്. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.